കൂട്ടുകാരെ, ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെയും രുക്മിണി ദേവിയുടെയും രാധ ബാല്യകാല സഖിയായ രാധയുടെയും കഥയാണ് പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം ഞാൻ കഥ പറയാം. രുക്മിണി ദേവി ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം വൃന്ദാവനത്തിലേക്ക് താമസമായി. അപ്പോൾ അവിടുത്തെ ദാസിമാരിൽ നിന്നും രുക്മിണി ദേവി അറിയാനിടയായി ശ്രീകൃഷ്ണൻ്റെ ബാല്യകാല സഖിയായിരുന്ന രാധയെന്നും രാധയ്ക്ക് ശ്രീകൃഷ്ണ ഭഗവാനോട് അചഞ്ചലമായ ഭക്തിയിൽ നിന്നും ഉടലെടുത്ത പ്രണയമാണെന്നും ദാസിമാരിൽ നിന്നും രുക്മിണി അറിഞ്ഞ്. അങ്ങനെ രുക്മിണിയെക്കാളും കൂടുതൽ പ്രണയം ശ്രീകൃഷ്ണനോട് രാധയ്ക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പരീക്ഷിച്ചറിയാൻ വേണ്ടി ശ്രീകൃഷ്ണൻ ഭവനത്തിലില്ലാത്ത സമയം നോക്കി രാധയെ സഖിമാരെ കൊണ്ട് വിളിച്ചു വരുത്തിക്കും. അങ്ങനെ വരുത്തിക്കുമ്പം അവിടെ രാധ എത്തി അവിടെ കൊട്ടാരം മുഴുവനും സന്ദർശിക്കുകയും അവിടെ ചുറ്റി നടക്കുകയൊക്കെ ചെയ്യും, കാഴ്ചകൾ നടക്കുകയൊക്കെ ചെയ്യും. എന്നിട്ടും ശ്രീകൃഷ്ണനെ കുറിച്ചൊരു വാക്കുപോലും രാധ തിരക്കത്തില്ല. അതൊക്കെ രുക്മിണിക്ക് സംശയം ഉണ്ടാക്കും. രുക്മിണി വിചാരിക്കും, ഇത്രയും സ്നേഹം ഉണ്ടെങ്കിൽ എന്താണ് ഒരു പ്രാവശ്യം പോലും കൃഷ്ണനെ കുറിച്ച് തിരക്കി അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് രുക്മിണി ദേവി ചിന്തിക്കും. പക്ഷേ രാധയുടെ മനസ്സ് നിറയെ കൃഷ്ണനാണ്. അതിനാൽ തന്നെ കൃഷ്ണൻ്റെ അസാന്നിധ്യം രാധയ്ക്ക് അവിടെ അനുഭവപ്പെടുത്തേയില്ല. അതുകൊണ്ടാണ് രാധ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് അന്വേഷിക്കാത്തത്. അങ്ങനെ രുക്മിണി ദേവി രാധയെ അവിടെ ഉപചാരപൂർവ്വം ഇരുത്തും. എന്നിട്ട് രാധയ്ക്ക് കുടിക്കാൻ വേണ്ടി തിളച്ച പാല് കൊടുക്കും. ആ തിളച്ച പാല് രാധ കുടിക്കുകയും ചെയ്യും. രാധയ്ക്ക് എന്നിട്ടും പൊള്ളലൊന്നും ഏൽക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം രുക്മിണി ദേവിക്ക് ഭയങ്കരമായിട്ട് സംശയം തോന്നും. എന്താണ് ഇങ്ങനെ രാധയ്ക്ക് ഉള്ളത് എന്നെക്കാട്ടിലും കൂടുതൽ പ്രണയമാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചൊന്നും തിരക്കിയൊന്നുമില്ലല്ലോ എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കും രുക്മിണി ദേവി. അങ്ങനെ രാധ മടങ്ങി തിരിച്ചു പോവുകയും ചെയ്യും. അതിനുശേഷം രാത്രി സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങൾ പതിവ് പോലെ തടവി കൊടുക്കുവാൻ വേണ്ടി രുക്മിണി ദേവി ചെല്ലും. അങ്ങനെ രുക്മിണി ദേവി പാദങ്ങൾ തടവിക്കൊണ്ടിരിക്കുമ്പം കാല് നിറയെ പൊള്ളലേറ്റ പോലെയും അതുപോലെ കൊമ്മളകളൊക്കെ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടായതാണെന്നറിയാൻ ഭയങ്കര വിഷമം തോന്നിയ രുക്മിണി ദേവി ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കും, എന്താണ് ഭഗവാനെ അങ്ങയുടെ കാല് പൊള്ളിയിരിക്കുന്നത്, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കും. അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ ചിരിച്ചിട്ട് പറയും, ഇന്ന് രാധ വന്നപ്പോൾ അവിടുന്ന് തിളച്ച പാല് നൽകിയില്ലേ, അത് കുടിച്ചപ്പോഴത്തേക്ക് അവളുടെ ഹൃദയത്തിലുള്ളത് എൻ്റെ പാദങ്ങളാണ്, അങ്ങനെയാണ് എൻ്റെ കാല് പൊള്ളിയതെന്ന് പറയും. അപ്പം ഇത് കേൾക്കുന്ന രുക്മിണി ദേവിക്ക് സങ്കടം തോന്നും. രുക്മിണി ദേവി അപ്പം രാധയുടെ മഹത്വം എന്തെന്ന് തിരിച്ചറിയും. 7 ഉലകത്തിലും വെച്ച് ഏറ്റവും കൂടുതൽ ഭക്തിയുള്ളത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തിയായിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് ശ്രീകൃഷ്ണ ഭഗവാനോട് രാധയ്ക്കാണെന്നുള്ള സത്യം മനസ്സിലാക്കിയ രുക്മിണി ദേവി ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങൾ പിടിച്ച് മാപ്പ് ചോദിക്കും. അപ്പം പെട്ടെന്ന് തന്നെ രാധ ഈ വിവരം അറിയും. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽപാദങ്ങളിലുള്ള ആ കുമളകളും ആ പാടുകളും പൊള്ളലേറ്റ പാടുകളും ഒക്കെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി പോകും. അപ്പം രുക്മിണി ദേവി രാധയുടെ മഹത്വവും രാധയുടെ ഭക്തിയും ഒക്കെ ഒന്നുകൂടി തിരിച്ചറിയും. അപ്പം അഹങ്കാരം മുക്തയായ രുക്മിണി ദേവി ഭഗവാനോടൊപ്പം സുഖമായി കൊട്ടാരത്തിൽ അങ്ങനെ താമസിച്ച് കാലങ്ങൾ കഴിക്കും. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ കഥ ഒരു കൊച്ചു കഥയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. എനിക്കെങ്കിലേ തിരുത്തിയിട്ട് നല്ല രീതിയിൽ ഇനിയും വീഡിയോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പം ടാറ്റ ബൈ ബൈ.